നമസ്കാരം. ഇന്ന് നമ്മൾ SCERT 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ 4ാമത്തെ ചാപ്റ്റർ സമ്പത്തും ലോകവും എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോകാം. ലോകം തുറക്കുകയും അതിൻ്റെ നിധിശേഖരങ്ങളും അതിശയങ്ങളും പ്രദർശിപ്പിക്കുകയും ചെയ്ത അക്കാലം എത്ര അത്ഭുതകരമായിരിക്കണം. സമുദ്രങ്ങൾ പുത്തൻ ഭൂഖണ്ഡങ്ങളും അളവറ്റ സമ്പത്തുകളുമെല്ലാം തുറക്കൂ സീസേം എന്ന ഒറ്റ മാന്ത്രിക വചനത്തിനായി കാത്തിരുന്ന പോലെ ഒന്നൊന്നായി കണ്ടുപിടിക്കപ്പെട്ടു. അന്തരീക്ഷം പോലും ഈ സാഹസികതയുടെ മാന്ത്രികതയിൽ നിറഞ്ഞിരിക്കണം. 15ാം നൂറ്റാണ്ടിലെ സാഹസികമായ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു ഗ്ലിംപ്സസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ നടത്തുന്ന പരാമർശമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. 15ാം നൂറ്റാണ്ടിൽ ആഫ്രിക്ക, ഏഷ്യ, അമേരിക്ക എന്നീ ഭൂപ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന യൂറോപ്യൻ സവിശേഷമായ ഒട്ടേറെ കാഴ്ചകൾ കണ്ടു. പുതിയ സമുദ്രപാതകൾ തുറന്നിട്ട ഈ അദ്ഭുത കാഴ്ചകളെക്കുറിച്ചാണ് 1001 രാവുകളിലെ ആലിബാബയും 40 കള്ളന്മാരും എന്ന കഥ സൂചിപ്പിച്ചുകൊണ്ട് നെഹ്റു ഇങ്ങനെ എഴുതിയത്. തുറക്കൂ സീസേം എന്ന രഹസ്യവാക്കിനാൽ തുറക്കുന്ന കാട്ടിലെ ഗുഹയിൽ കള്ളന്മാർ സൂക്ഷിച്ചിരുന്ന നിധിശേഖരം കണ്ട ആലിബാബയുടെ അത്ഭുതത്തോടെയാണ് ഇതര ഭൂഖണ്ഡങ്ങൾ കണ്ട യൂറോപ്യന്മാരുടെ അതിശയത്തെ നെഹ്റു ഉപമിക്കുന്നത്. ലോകചരിത്രത്തെ പിൽക്കാല ഗതിവിഗതികളെ നിർണയിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് 15-16 നൂറ്റാണ്ടുകളിലെ യൂറോപ്യരുടെ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളും പുതിയ ഭൂപ്രദേശങ്ങളുടെ കണ്ടെത്തലുകളും. ഇവയുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എന്താണ് നമ്മൾ 16-15 നൂറ്റാണ്ടുകളിലെ യൂറോപ്യരുടെ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളും പുതിയ ഭൂപ്രദേശങ്ങളുടെ കണ്ടുപിടുത്തങ്ങളും ഇതിൻ്റെ ചരിത്രവും ഒക്കെയാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് കാരണമായി തീർന്നത് 15ാം നൂറ്റാണ്ടിലെ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഒന്ന്, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് എന്നാണ്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തിച്ചേർന്നത് അതെന്നാണ്. 1455-56 പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയിലെ ഗിനിയ തീരത്ത് എത്തിച്ചേർന്നത്. ഈ സംഭവങ്ങൾ ലോകത്താകമാനം ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കി. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടെ ഏഷ്യയിൽ നിന്നുള്ള കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് എത്തിയിരുന്ന കരമാർഗം അടയ്ക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് യൂറോപ്യൻ ഇവ ലഭ്യമാകുന്ന നാട്ടിലേക്കുള്ള ഭൂമിശാസ്ത്ര പര്യവേഷണ യാത്രകൾക്കും തുടർന്ന് പുതിയ പ്രദേശങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾക്കും തുടക്കം കുറിച്ചു. പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയുടെ പടിഞ്ഞാറ് തീരത്തുള്ള ഗിനിയയിൽ എത്തിച്ചേർന്നത് മറ്റൊരു നാഴികക്കല്ലായിരുന്നു. തുടർന്നുണ്ടായ സമുദ്രയാത്രകളും ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളും ലോകചരിത്രത്തെ മാറ്റിയെഴുതി. ഈ യാത്രാ പരമ്പരകളുടെ ലോകത്താകമാനം യൂറോപ്യർ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. ക്രമേണ യൂറോപ്യൻ സംസ്കാരം മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. അപ്പം അടുത്തത് ബോക്സിൽ നോക്കാം. കുരുമുളകും യൂറോപ്യരും. ശൈത്യകാലത്ത് ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനും ഔഷധ ആവശ്യങ്ങൾക്കുമായാണ് കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ യൂറോപ്യർ ഉപയോഗിച്ചിരുന്നത്. ഇവ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് അവർക്ക് ലഭിച്ചിരുന്നത്. ഈ പാത അടയ്ക്കപ്പെട്ടതോടെ കടൽ മാർഗത്തിലൂടെ എങ്കിലും ഏഷ്യയിലേക്ക് പുതിയൊരു വാണിജ്യപാത കണ്ടെത്താൻ യൂറോപ്യർ നിർബന്ധിതരായി. ലോകത്തെ മാറ്റിമറിച്ച ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് പോർച്ചുഗലും സ്പെയിനുമാണ്. പിന്നീട് നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും പുതിയ പ്രദേശങ്ങളുടെ കണ്ടെത്തലിനും അധിനിവേശത്തിനും പങ്കാളികളാവുകയും ചെയ്തു. അപ്പം നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് ഈ രാജ്യങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന് തീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. ഈ രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് സഹായകമായി. സമുദ്ര പര്യവേഷണങ്ങൾക്ക് ഈ രാജ്യങ്ങളെ സഹായിച്ച മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഹാസമുദ്രങ്ങൾ മുറിച്ചു കടക്കാൻ ശേഷിയുള്ള കപ്പലുകളുടെ നിർമ്മാണം, കടലിൽ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നാവിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം, ഭരണാധികാരികൾ നൽകിയ ശക്തമായ പിന്തുണ, സൈനിക ശേഷി, സമുദ്രയാത്രാ അനുഭവങ്ങൾ, ഭൂപട നിർമ്മാണം, വാനനിരീക്ഷണം എന്നീ മേഖലകളിൽ നേടിയ പുരോഗതി ഇവയൊക്കെയാണ് സമുദ്ര പര്യവേഷണ യാത്രകൾക്ക് രാജ്യങ്ങളെ സഹായിച്ച പ്രധാന ഘടകങ്ങൾ. അടുത്തത് യൂറോപ്യർ ഇതര ഭൂഖണ്ഡങ്ങളിലേക്ക് നോക്കാം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കായിരുന്നു യൂറോപ്യരുടെ ആദ്യത്തെ പര്യവേഷണ യാത്രകൾ. ആഫ്രിക്കയിലെ നൈജർ സമതലത്തിലെ സ്വർണ്ണ
ത്തെക്കുറിച്ചുള്ള അറിവാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലുള്ള സമുദ്രയാത്രയ്ക്ക് പോർച്ചുഗലിനെ പ്രധാനമായും പ്രേരിപ്പിച്ചത്. 1415 മൊറോക്കൻ തീരത്തെ സ്യൂത്ത പിടിച്ചടക്കിയതോടുകൂടിയാണ് ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത്. ഈ പ്രദേശം ക്രമേണ പോർച്ചുഗലിന് ധാന്യങ്ങളും മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളും ശേഖരിക്കുന്ന ഇടമായി മാറി. പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്കുള്ള ബൊജാദർ മുനമ്പ് മുറിച്ചു കടക്കുക എന്നത് പോർച്ചുഗീസുകാർക്ക് ഏറെ ക്ലേശകരമായ കാര്യമായിരുന്നു. 1434 അതിന് സാധിച്ചതോടെ അവർക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തുള്ള മറ്റ് പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ എളുപ്പമായി. തൽഫലമായി അടിമകളുടെയും സ്വർണത്തിൻ്റെയും വ്യാപാരത്തിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പോർച്ചുഗീസ് രാജാവിന് സാധിച്ചു. ഇത് കൂടുതൽ സമുദ്രയാത്രകൾ സംഘടിപ്പിക്കുവാൻ പോർച്ചുഗീസുകാർക്ക് പ്രേരണയായി. ആഫ്രിക്കൻ വൻകരയ്ക്ക് പുറമെ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് സമീപത്തുള്ള അറ്റ്ലാന്റിക് ദ്വീപുകളിലെയും പോർച്ചുഗീസുകാർ ക്രമേണ കൃഷി വ്യാപിപ്പിക്കുകയും കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ആഫ്രിക്കൻ തീരത്തെ പര്യവേഷണങ്ങളും അറ്റ്ലാന്റിക് ദ്വീപുകളിലെ കോളനിവൽക്കരണവും ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്താനുള്ള പോർച്ചുഗീസുകാരുടെ യാത്രാ പരമ്പരകൾക്ക് പശ്ചാത്തലമൊരുക്കി. അടുത്തത് കോളനിവൽക്കരണം. എന്താണ് കോളനിവൽക്കരണം നോക്കാം. ഒരു രാജ്യം തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് കോളനിവൽക്കരണം. ഇങ്ങനെ സ്ഥാപിക്കുന്ന കോളനികളിൽ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ആധിപത്യത്തിലൂടെ ചൂഷണം നടത്താൻ അധീശ രാജ്യങ്ങൾ ശ്രമിച്ചു. ഇത്തരം പ്രവർത്തനമാണ് കോളനിവൽക്കരണം. അടുത്തത് അറ്റ്ലാന്റിക് ദ്വീപുകൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് അറ്റ്ലാന്റിക് ദ്വീപുകൾ. മൊദേര, അസോറസ്, കാനറി, കേപ്പ് വെർത്ത് എന്നിവയാണ് ഇവയിൽ പ്രധാന ദ്വീപുകൾ. കാർഷികോൽപ്പന്ന കേന്ദ്രമായും തുറമുഖ കേന്ദ്രമായും ഈ ദ്വീപുകളെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ ആധിപത്യം സ്ഥാപിച്ച പോർച്ചുഗീസുകാർ ആഫ്രിക്കയിൽ ഇടപെടാനുള്ള പ്രധാന കേന്ദ്രമായും ഏഷ്യൻ സഞ്ചാരത്തിനു പോകുന്ന കപ്പലുകൾക്ക് വെള്ളവും ഭക്ഷണവും ലഭ്യമാകുന്ന ഇടത്താവളമായും ഈ ദ്വീപുകളെ ഉപയോഗപ്പെടുത്തി. പിന്നീട് കാനറി ദ്വീപുകൾ സ്പെയിനിൻ്റെ നിയന്ത്രണത്തിലായി. അടുത്തത് പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയോ ഡയസ് 1488 ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ അല്ലെങ്കിൽ ശുഭപ്രതീക്ഷാ മുനമ്പിൽ എത്തിച്ചേർന്നു. എന്നാണ് എത്തിച്ചേർന്നത്? 1488. ആര്? പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയോ ഡയസ്. പ്രക്ഷുബ്ധമായ കടൽ മറികടന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനാകാതെ അദ്ദേഹം തിരികെ പോയി. ഇതേ തുടർന്ന് പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ ഭേദിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കപ്പലുകൾ നിർമ്മിച്ചു. അതിനുശേഷം ഈ പാതയെ പിന്തുടർന്ന് സമുദ്രയാത്ര ആരംഭിച്ച വാസ്കോ ഡ ഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ചുറ്റി 1498 ഇന്ത്യയിലെ കോഴിക്കോടുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. ഇതോടെ ഏഷ്യൻ പ്രദേശങ്ങളിലെ യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളിൽ പങ്കാളിയായ മറ്റൊരു രാജ്യം സ്പെയിൻ ആയിരുന്നു. പോർച്ചുഗീസുകാരെ പോലെ ദൈർഘ്യമേറിയ കടൽ തീരവും സമുദ്രയാത്രാ പാരമ്പര്യവും ഇവർക്കും ഉണ്ടായിരുന്നു. സ്പെയിനിലെ ഭരണാധികാരികളായ ഫെർഡിനാൻഡിൻ്റെയും ഇസബെല്ലയുടെയും സഹായവും പര്യവേഷണങ്ങൾക്ക് ലഭിച്ചിരുന്നു. സ്പെയിനിൻ്റെ സാമ്പത്തിക സഹായത്തോടെ 1492 ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയുടെ തെക്ക് കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്നു. അതുവരെ യൂറോപ്പിൽ അറിയപ്പെടാതിരുന്ന ഒരു ഭൂഖണ്ഡത്തിൻ്റെ കണ്ടെത്തലിലേക്ക് ഇത് നയിച്ചു. ഇതോടെ ഈ ഭൂപ്രദേശവും യൂറോപ്യൻ അധിനിവേശത്തിനും ചൂഷണത്തിനും വിധേയമായിത്തീർന്നു. പുതിയ ലോകം എന്ന് വിശേഷിക്കപ്പെട്ട ഈ ഭൂപ്രദേശം പിന്നീട് അമേരിക്ക എന്നറിയപ്പെട്ടു. ഇനി ബോക്സിലെ പ്രിൻസ് ഹെൻറി. പോർച്ചുഗീസ് രാജകുമാരനും പര്യവേക്ഷകനുമായ ഹെൻറി സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിച്ചു. 1419 പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ അദ്ദേഹം സ്ഥാപിച്ചു. സമുദ്രയാത്രകൾ, ഭൂപട നിർമ്മാണം എന്നീ മേഖലകളിൽ നാവികർക്ക് പരിശീലനം നൽകുക എന്നതായിരുന്നു ഈ സ്കൂളിൻ്റെ ലക്ഷ്യം. അറ്റ്ലാന്റിക് ദ്വീപുകളുടെ കണ്ടെത്തലുകൾക്കും ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ പര്യവേഷണങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. അടുത്തത് അമേരിക്ക എന്ന പേര് വന്നതെങ്ങനെ? ബർത്തലോമിയോ ഡയസിന് ശേഷം ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു. 1492 അദ്ദേഹം വടക്കേ അമേരിക്കയിലെ സമീപത്തുള്ള ബഹാമസ് ദ്വീപുകളിൽ എത്തിച്ചേർന്നു. താൻ കണ്ടെത്തിയ പ്രദേശം ഇന്ത്യയാണെന്ന് അദ്ദേഹം കരുതി. പിന്നീട് മറ്റൊരു ഇറ്റാലിയൻ സഞ്ചാരിയായ അമരിഗോ വെസ്പൂച്ചിയാണ് ഇതൊരു പുതിയ ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിഞ്ഞത്.
അദ്ദേഹം ഈ പ്രദേശത്തെ പുതിയ ലോകമെന്ന് വിളിച്ചു. 1507 ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വ്ളാഡിമിർ മുള്ളർ അമേരിക്ക വെസ്പൂച്ചിയുടെ പേരുമായി ബന്ധപ്പെടുത്തി ഈ പ്രദേശങ്ങൾക്ക് അമേരിക്ക എന്ന് പേര് നൽകി. ഇക്കാലത്തെ മറ്റ് പ്രധാന ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. വ്യക്തികൾ പര്യവേഷണങ്ങൾ: പെഡ്രോ അൽവാരസ് കബ്രാൾ ബ്രസീൽ കണ്ടെത്തി. ഫെർഡിനാൻഡ് മെഗല്ലൻ ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു. ജോൺ കംബോട്ട് ന്യൂ ഫൗണ്ട്ലാൻഡ് കണ്ടെത്തി. ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ സുപ്രധാനമായ നിരവധി അനന്തരഫലങ്ങൾ സൃഷ്ടിച്ചു. അവ എന്തെല്ലാമെന്ന് നോക്കാം. അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരകളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന പാതയായി അറ്റ്ലാന്റിക് തീരം മാറി. തൽഫലമായി മെഡിറ്ററേനിയൻ വാണിജ്യം തകരുകയും അറ്റ്ലാന്റിക് തീരത്തെ വാണിജ്യം വളരുകയും ചെയ്തു. അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലെ പല പ്രദേശങ്ങളും യൂറോപ്യൻ അധിനിവേശത്തിന്റെ കീഴിലായി. ഏഷ്യയിലെ കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരം യൂറോപ്യൻ കുത്തകയാക്കി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. തെക്കേ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സ്വർണവും വെള്ളിയും യൂറോപ്പിലേക്കെത്തി. അവയുടെ ഒരു ഭാഗം ഇന്ത്യയിലും എത്തി. യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയും ഉൾപ്പെട്ട ത്രികോണ വ്യാപാരത്തിന്റെ വികാസം. സ്വർണം, വെള്ളി എന്നിവ വർദ്ധിച്ച അളവിൽ യൂറോപ്പിൽ എത്തിയതോടെ നാണയ ഉപയോഗത്തിന്റെ തോത് വർദ്ധിച്ചു. അടുത്തത് ബോക്സിൽ ത്രികോണ വ്യാപാരം. അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരത്തിൽ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിൽ എത്തിച്ച് വിറ്റഴിച്ചു. അവിടെ നിന്ന് അടിമകളെ വാങ്ങി അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയും അമേരിക്കയിൽ നിന്ന് പഞ്ചസാരയും വീഞ്ഞും പരുത്തിയും യൂറോപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇങ്ങനെ 3 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യർ നടത്തിയ വ്യാപാരമാണ് ത്രികോണ വ്യാപാരം. ക്രമേണ പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ വ്യാപാരാധിപത്യം തകരുകയും നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ആ സ്ഥാനം കൈയടക്കുകയും ചെയ്തു. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തിൽ നെതർലാൻഡ്സിനെ പിന്തള്ളി ഇംഗ്ലണ്ടും ഫ്രാൻസും ഏഷ്യയും ആഫ്രിക്കയിലും അമേരിക്കയിലും കോളനികൾ സ്ഥാപിച്ചു. സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന അമേരിക്കൻ പ്രദേശങ്ങളാണ് പിന്നീട് ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെട്ടത്. കോളനിവൽക്കരണത്തിലൂടെ സാമ്പത്തിക നേട്ടം കൊയ്യുവാനുള്ള ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ കിടമത്സരത്തിനാണ് പിൽക്കാല ലോകം സാക്ഷ്യം വഹിച്ചത്. ഇനി നോക്കാം മെർക്കന്റിലിസം. 1499 ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തിയ വാസ്കോഡ ഗാമയ്ക്ക് മാനുവൽ രാജാവും രാജ്യസഭയും മികച്ച സ്വീകരണം നൽകുന്ന വേളയിൽ രാജ്യസഭയിൽ ഒരു അംഗമായ വിമിയോസോ പ്രഭു വാസ്കോഡ ഗാമയോട് ചോദിച്ചു, ഇന്ത്യയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചരക്കുകൾ ലഭിക്കും? പകരം ഇന്ത്യക്കാർക്ക് എന്തൊക്കെയാണ് വേണ്ടത്? കുരുമുളക്, കറുവപ്പട്ട, ഇഞ്ചി, കുന്തിരിക്കം, കസ്തൂരി എന്നിവ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുമെന്നും സ്വർണം, വെള്ളി, വെൽവെറ്റ്, സ്കാർലറ്റ് തുണി എന്നിവയാണ് പകരം ഇന്ത്യക്കാർക്ക് വേണ്ടതെന്നും വാസ്കോഡ ഗാമ മറുപടി പറഞ്ഞു. ശേഷം, അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞതാരാണ്? വിമിയോസോ പ്രഭു. അപ്പോൾ വാസ്കോഡ ഗാമയോട് പ്രഭു ചോദിച്ചു, എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് അവർക്ക് വേണ്ടത്, നമ്മൾക്ക് എന്തൊക്കെ അവിടെ നിന്ന് ലഭിക്കും ചോദിച്ചപ്പോൾ ഒരുപാട്, അതായത് കുരുമുളക്, കറുവപ്പട്ട, ഇഞ്ചി, കുന്തിരിക്കം, കസ്തൂരി എന്നിവ ഇന്ത്യയിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാം, പകരം സ്വർണം, വെള്ളി, വെൽവെറ്റ്, സ്കാർലറ്റ് തുണിയൊക്കെ ഇന്ത്യക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വിമിയോസോ പ്രഭു എന്ത് മറുപടി പറഞ്ഞു? അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം അക്കാലത്ത് എന്തുകൊണ്ടാണ് വിമിയോസോ പ്രഭു ഇങ്ങനെ പറഞ്ഞതെന്ന് നോക്കാം. അക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നയം സ്വർണവും വെള്ളിയും നേടുക എന്നതായിരുന്നു. സ്വർണവും വെള്ളിയും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരുമെന്ന് വാസ്കോഡ ഗാമയിൽ നിന്ന് അറിഞ്ഞപ്പോഴാണ് പ്രഭു ഇത്തരത്തിൽ പ്രതികരിച്ചത്. വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നത് പ്രാധാന്യം നൽകുന്ന അക്കാലത്തെ സാമ്പത്തിക നയം മെർക്കന്റിലിസം എന്നറിയപ്പെട്ടു. അപ്പോൾ എന്താണ് മെർക്കന്റിലിസം? അതായത് വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് പ്രാധാന്യം നൽകുന്ന അക്കാലത്തെ സാമ്പത്തിക നയമായിരുന്നു മെർക്കന്റിലിസം. ഈ നയപ്രകാരം ഒരു രാജ്യത്തിൻ്റെ കൈവശമുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ശേഖരമാണ് ആ രാജ്യത്തിൻ്റെ സമ്പത്തിനെ നിർണ്ണയിക്കുന്നത്. ഈ നയം പിന്തുടർന്ന രാജ്യങ്ങൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും രൂപത്തിൽ സമ്പത്ത് ശേഖരിക്കാൻ ഉത്സാഹിച്ചു.
തങ്ങളുടെ രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറയ്ക്കുകയും കയറ്റുമതി വർദ്ധിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ കൈവശമുള്ള സമ്പത്തുകളെ സ്വർണവും വെള്ളിയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും മറ്റു രാജ്യങ്ങളിൽ നിന്ന് പരമാവധി സമ്പത്ത് ആർജിക്കാനും കഴിയുമെന്നതാണ് മെർക്കന്റലിസ്റ്റ് നയത്തിൻ്റെ സവിശേഷത. അതായത് തങ്ങളുടെ കയ്യിലുള്ള സ്വത്ത് നഷ്ടപ്പെടാതെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പരമാവധി സ്വത്ത് ആർജിക്കാൻ കഴിയുമെന്നതാണ് മെർക്കന്റലിസ്റ്റ് നയത്തിൻ്റെ സവിശേഷത. അടുത്തതായി ബോക്സിൽ നോക്കാം. ബുള്ളിയൻ നാണയം. സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം, വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങൾ ബുള്ളിയൻ എന്ന് വിളിക്കപ്പെട്ടു. ബുള്ളിയൻ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെ അളവും അതിൻ്റെ മൂല്യവുമാണ് വിനിമയത്തിന് പരിഗണിക്കപ്പെട്ടിരുന്നത്. ഉദാഹരണം, ഒരു സ്വർണ്ണ നാണയത്തിലെ സ്വർണത്തിൻ്റെ മൂല്യം അതിൻ്റെ വിനിമയ മൂല്യമായി പരിഗണിക്കുന്നതാണ് ബുള്ളിയൻ സമ്പ്രദായം. ബുള്ളിയൻ നാണയം വെച്ചാൽ എന്താണ്? ഒരു സ്വർണ്ണ നാണയത്തിലെ സ്വർണത്തിൻ്റെ മൂല്യം അതിൻ്റെ വിനിമയ മൂല്യമായി ഗണിക്കപ്പെടുന്നതാണ് ബുള്ളിയൻ സമ്പ്രദായം എന്ന് വെച്ചാൽ. കൊളോണിയൽ നയങ്ങൾ. കോളനികളിൽ നിന്ന് പരമാവധി സമ്പത്ത് തങ്ങളുടെ രാജ്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അധീശ രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന നയങ്ങളെയും തന്ത്രങ്ങളെയും ആണ് കൊളോണിയൽ നയങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏഷ്യയിലെ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാര കുത്തക അറബികളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ കൊളോണിയൽ നയത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഈ നയപ്രകാരം കോളനികളിലെ വ്യാപാരം പോർച്ചുഗീസ് രാജാവിൻ്റെ കുത്തകയായി മാറി. മറ്റ് യൂറോപ്യൻ ശക്തികളെ ഈ വ്യാപാരത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനും അവർ ശ്രമിച്ചു. ഇക്കാരണത്താൽ പോർച്ചുഗീസുകാരല്ലാത്ത യൂറോപ്യരെ പോർച്ചുഗീസ് കപ്പലുകളിൽ യാത്ര ചെയ്യാൻ അവർ അനുവദിച്ചിരുന്നില്ല. സ്പെയിനും തങ്ങളുടെ കോളനികളെ രാജാവിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കി. അമേരിക്കയിൽ നിന്നുള്ള സ്വർണവും വെള്ളിയും സ്പെയിനിലേക്ക് പരമാവധി എത്തിക്കാൻ അവർ ശ്രമിച്ചു. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ വഴിയാണ് വ്യാപാരം നടത്തിയിരുന്നത്. പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ കോളനികളുമായുള്ള വ്യാപാരം രാജാക്കന്മാർ നേരിട്ടായിരുന്നു നടത്തിയിരുന്നത്. രാജാക്കന്മാർ വ്യാപാരത്തിലൂടെ കൈവരിച്ച സാമ്പത്തിക ലാഭം കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനും വേണ്ടി ചെലവഴിച്ചു. എന്നാൽ കമ്പനികളാവട്ടെ അവർ സ്വന്തമാക്കിയ ലാഭം വീണ്ടും വ്യാപാരത്തിൽ നിക്ഷേപിച്ച് കൂടുതൽ വരുമാനം നേടി. ഇത് ഇംഗ്ലണ്ടിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ചു. അടുത്തതായി ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്ന് നോക്കാം. മൂലധനത്തിൻ്റെ ഏകീകരണത്തിന് പ്രാധാന്യം നൽകി രൂപീകരിക്കുന്നവയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ. എന്താണ്? മൂലധനത്തിൻ്റെ ഏകീകരണത്തിന് പ്രാധാന്യം നൽകി രൂപീകരിക്കുന്നവയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ എന്നറിയപ്പെടുന്നത്. ഇവ വിവിധ സ്രോതസ്സുകളിൽ നിന്നും മൂലധനം ഏകീകരിക്കുകയും നിക്ഷേപത്തിന് സൗകര്യം നൽകുകയും ചെയ്യുന്നു. ഓരോ നിക്ഷേപകർക്കും ഇതിൽ ഓഹരിയുണ്ടായിരിക്കുന്നതാണ്. എന്താണ്? വിവിധ സ്രോതസ്സുകളിൽ നിന്നും മൂലധനം ഏകീകരിക്കുകയും നിക്ഷേപത്തിന് സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നു. ഓരോ നിക്ഷേപകർക്കും ഇതിൽ ഓഹരിയുണ്ടായിരിക്കുന്നതുമാണ്. അടുത്തത് കോളനിവൽക്കരണവും തദ്ദേശീയ ജനതയും. കപ്പലിലെത്തിയ ഞാൻ കണ്ടത് ഒന്നിച്ച് ചങ്ങലക്കിടപ്പെട്ട ദുരവസ്ഥയും ദുഃഖവും മാത്രം പ്രതിഫലിക്കുന്ന മുഖഭാവമുള്ള ഒട്ടേറെ കറുത്ത വർഗ്ഗക്കാരെയാണ്. ഡെക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട എൻ്റെ മൂക്കിൽ ജീവിതത്തിലെ ഏറ്റവും രൂക്ഷഗന്ധം അടിച്ചുകയറി. തന്മൂലം ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ മരിക്കാൻ ആശിച്ചുപോയ എന്നെ ഒരു വെള്ളക്കാരൻ മലർത്തിക്കിടത്തി കാലുകൾ ബന്ധിച്ചു. മറ്റൊരാൾ എന്നെ ഭീകരമായി ചാട്ടയടിച്ചു. ഒരു ദിവസം തങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ഒരുമിച്ച് വിലങ്ങ് വയ്ക്കപ്പെട്ട 2 പേർ ഈ ദുരിത ജീവിതത്തേക്കാൾ മരണം തിരഞ്ഞെടുത്ത് കടലിലേക്ക് എടുത്തു ചാടി. രോഗം മൂലം ചങ്ങലയില്ലായിരുന്ന മറ്റൊരാൾ പിന്നാലെ ചാടി. അവരെ അനുഗമിച്ചെത്തിയ ഒട്ടേറെ പേർക്ക് അതിന് കഴിയാതിരുന്നത് കപ്പലധികാരികൾ തടഞ്ഞതുകൊണ്ട് മാത്രമാണ്. ആദ്യത്തെ 2 പേർ മുങ്ങി മരിച്ചു. മൂന്നാമനെ പിടികൂടിയ ഭരണാധികാരികൾ മരണം ആശിച്ചതിൻ്റെ പേരിൽ അവനെ ചാട്ടയടിക്ക് വിധേയനാക്കി. യൂറോപ്പിൽ അടിമക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ലൗദ ഇക്കിയാനോ എന്ന ആഫ്രിക്കൻ സ്വദേശിയുടെ വിവരമാണ് നിങ്ങൾ വായിച്ചത്. യൂറോപ്യരുടെ കോളനിവൽക്കരണം തദ്ദേശീയ ജനതയുടെ മേൽ സൃഷ്ടിച്ച അനന്തരഫലങ്ങളിലൊന്നാണ് ആഫ്രിക്കയിലെ അടിമത്തവും അടിമ വ്യാപാരവും. ഇനി കോളനിവൽക്കരണത്തിൻ്റെ മറ്റു ഫലങ്ങൾ എന്തൊക്കെയാണ്? 1. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കോളനികളുടെ സമ്പത്ത് ഒഴുകി. തദ്ദേശീയർക്ക് തങ്ങളുടെ പ്രദേശങ്ങൾക്കു മേലുള്ള സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു. കോളനികളിലെ തദ്ദേശീയ സംസ്കാരങ്ങൾ തകർച്ച നേരിട്ടു. കോളനികൾ പാശ്ചാത്യ ജീവിത രീതികളുടെ വ്യാപനമുണ്ടായി. ക്രിസ്തുമതം കോളനികളിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഇതൊക്കെയാണ് കോളനിവൽക്കരണത്തിൻ്റെ അനന്തരഫലങ്ങൾ. സ്പെയിൻകാരനായ ഹെർനൻ
കോഡ്സും സംഘവും മെക്സിക്കോയിലെ അല്ലെങ്കിൽ അമേരിക്കൻ ഭൂഖണ്ഡം ആസ്റ്റിക്കുകളുടെ തലസ്ഥാനമായ ടെനോച്ചിറ്റ്ലാനിൽ എത്തി. അതാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. പാഠഭാഗത്തിലെ തുടക്കത്തിൽ ഈ ചിത്രം നമുക്ക് കാണാം. തദ്ദേശീയർ അവർക്ക് ഭക്ഷണവും സമ്മാനവും നൽകുന്നു. ചിത്രത്തിൽ ഹെർനൻ കോർട്ടസിന് സമീപം നിൽക്കുന്ന തദ്ദേശീയനായ ഡോന മരീനയായിരുന്നു ദ്വിഭാഷി. ഇത്തരം ദ്വിഭാഷികളുടെ സഹായത്തോടെയാണ് യൂറോപ്യർ തദ്ദേശീയരുമായി സംവദിച്ചിരുന്നത്. അടുത്തതായി പുതുലോകം, മാറുന്ന സാമ്പത്തിക ക്രമങ്ങൾ. ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തു. വ്യാപാര രംഗത്ത് നേരത്തെ മുതൽ പ്രവർത്തിച്ചിരുന്നവർ ഇതോടെ അതിസമ്പന്നരായി മാറി. ഇവരെ കച്ചവട മുതലാളിമാർ എന്നാണ് വിളിച്ചിരുന്നത്. ഈ സമ്പദ് വ്യവസ്ഥയെ കച്ചവട മുതലാളിത്തം എന്ന് വിളിച്ചു. കച്ചവട മുതലാളിമാർ ഗ്രാമീണ മേഖലയിൽ താമസിച്ചിരുന്ന കൈത്തൊഴിലുകാർക്ക് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുകയും കൈത്തൊഴിലുകൾ അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഉൽപ്പാദനം നടത്തുകയും ചെയ്തിരുന്നു. കൈത്തൊഴിലുകാർക്ക് അവരുടെ സേവനത്തിന് പ്രതിഫലം നൽകിയ ശേഷം അവർ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിറ്റഴിക്കുകയും ലാഭം നേടുകയും ചെയ്തു. ഇത്തരത്തിൽ ഉൽപ്പാദകരുടെയും ഉപഭോക്താക്കളുടെയും ഇടയിലെ മധ്യവർത്തികളായി കച്ചവട മുതലാളിമാർ മാറി. കോളനിവൽക്കരണത്തിലൂടെ നേടിയ സമ്പത്ത് ഉപയോഗിച്ച് ഇംഗ്ലണ്ട് വ്യവസായശാലകൾ ആരംഭിച്ച കാര്യം മുൻപ് സൂചിപ്പിച്ചു. ഇങ്ങനെ സമ്പത്ത് നിക്ഷേപിച്ചവർ വ്യവസായശാലകളുടെ ഉടമസ്ഥരാവുകയും വൻതോതിൽ ലാഭം നേടുകയും ചെയ്തു. ഇതോടെ കച്ചവട മുതലാളിത്തം വ്യാവസായിക മുതലാളിത്തത്തിന് വഴിതെളിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൂടെ ചർച്ച ചെയ്യാം. അപ്പം എല്ലാവരും നന്നായിട്ട് ക്ലാസ് കേൾക്കുക. അപ്പം ഇത് 10ാം ക്ലാസ്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എൻ്റെ ക്ലാസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.